താരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇറ്റ്ഫോക്കിൻ്റെ 5ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇറ്റ്ഫോക്കിൻ്റെ വേദിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ വളണ്ടിയേഴ്സാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എവിടുന്ന് വരുന്നത്? ശ്രീ സി അച്യുതമേനോൻ കോളേജിൽ ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻ്റാണ്. വീട് എവിടെയാണ്? അപ്പോൾ പാലക്കാടാണ്. എൻ്റെ പേര് മുരളിക. എങ്ങനെയുണ്ട് ഇവിടെ ഇറ്റ്ഫോക്കിൻ്റെ വൈബൊക്കെ? എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്ക് വൈബ്? ഓൾവേസ് അടിപൊളിയാണ്. നമ്മൾ നാടകോത്സവങ്ങളെന്ന് പറയുന്ന സമയത്ത് കൂടുതലും ഇപ്പോൾ നാടുകളിൽ വായനശാലകളിൽ നാടകോത്സവങ്ങൾ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നാടകങ്ങൾ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നാടകങ്ങൾ കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ആസ്വാദകരുടെ അഭിപ്രായങ്ങൾ അറിയുന്നു, വിമർശനങ്ങൾ കേൾക്കുന്നു, അതിനനുസരിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഡ്യൂട്ടീസൊക്കെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് പേര്? അമീഷ. എവിടെയാണ് വീട്? ഞാൻ ആക്ച്വലി കോഴിക്കോടാണ്. ശ്രീ സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കുന്നു. എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്കിൻ്റെ വളണ്ടിയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? 2 വർഷമായി. ഇതൊന്ന് കുറച്ച് കൂടി എന്താ പറയുക, നമ്മൾ നോർമൽ ഒരു സ്കൂൾ സ്കിറ്റ് ഡ്രാമ എന്ന നിലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തുമ്പം കുറച്ചുകൂടി നിലവാരമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറേ കൂടി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാനും അതുപോലെ തന്നെ കുറേ കണക്ഷൻസും എക്സ്പോഷറും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും അങ്ങനെ കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് അഞ്ജലി. ഞാനിവിടെ ഇരിഞ്ഞാലക്കുട മുരിയാട് ഇതേ കോളേജ് തന്നെ, കുട്ടനല്ലൂർ അച്യുതമേനോൻ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം. കഴിഞ്ഞ വർഷത്തെ ഒരു ഇറ്റ്ഫോക്കും ഇപ്പോഴത്തെ ഈ ഒരു വർഷം മാറ്റി വെച്ചിട്ട് പിന്നെ സമ്മർദ്ദം കൊണ്ട് പിന്നെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വ്യത്യാസവും എത്രത്തോളം ഉണ്ട്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കും ഒന്നാമത് ഈ വർഷത്തെ സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. എങ്കിലും രസമുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് തോന്നുന്നു ആ ഒരു വിഷയം ഇന്നത്തെ ഒരു സാഹചര്യം, സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് തോന്നുന്നത്? എന്നെ സംബന്ധിച്ച് ഇന്ത്യ എന്ന അല്ലെങ്കിൽ ജനാധിപത്യ മതേതര രാജ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാണ്, നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വിധേയപ്പെട്ട് നടക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ മേലിലൊരു അടിച്ചമർത്തൽ എല്ലാ തരത്തിൽ നിന്നുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു വേദിയാണ് സത്യത്തിൽ നാടകങ്ങൾ. ഇവിടെ സത്യത്തിൽ നാടകം 30 മിനിറ്റ് ആവും, 60 മിനിറ്റ് ആവും, 100 മിനിറ്റ് ആവും. പക്ഷെ എന്നിരുന്നാലും ആ നാടകങ്ങളിൽ എന്തെങ്കിലും ഒരു ആശയമുണ്ടെങ്കിൽ ആ ആശയം പൊതുസമൂഹത്തിന് എത്തിക്കുന്നതിൽ അവർ പൂർണ്ണമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദമാണ്. പ്രതിരോധിക്കാനുള്ളതാവട്ടെ നമ്മുടെ ശബ്ദങ്ങൾ. അപ്പോൾ അടുത്ത നാടകം കാണാനായി നിൽക്കുന്നവരുടെ ഒരു വരിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ഞാൻ ഇവിടെ തിരൂര്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, വരാറുണ്ട്. എൻ്റെ പേര് കൃഷ്ണകുമാർ. എങ്ങനെയാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് എന്തെങ്കിലും പുതുമ തോന്നുന്നു? പതിവിന് വിപരീതമായിട്ട് ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചുരുക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നാടകങ്ങൾ കണ്ടത് കഴിഞ്ഞ അത്ര നിലവാരങ്ങൾ കുറച്ച് കുറവാണ് ഉണ്ട്. ഇപ്പോൾ അടുത്തൊരു നാടകം കാണാൻ കയറുകയാണ്. അപ്പോൾ ആ നാടകത്തെ പറ്റി എന്താണ് എക്സ്പെക്റ്റേഷൻ? ഇത് നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ടതിന് ശേഷം നമുക്ക് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചേച്ചി വടക്കാഞ്ചേരി. ഇറ്റ്ഫോക്കിന് വരാറുണ്ടോ? വരാറുണ്ട്. സ്ഥിരം സാന്നിധ്യമാണോ? മിക്ക എല്ലാത്തിനും വരും. 1-2-3 ദിവസമെങ്കിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാടകങ്ങൾ മുന്നേ കണ്ടോ? ഈ തുടങ്ങിയതിന് ശേഷം, ഈ എഡിഷൻ തുടങ്ങി എങ്ങനെയുണ്ട് നാടകങ്ങളുടെ നിലവാരം? അതുപോലെ ആ ഒരു വിഷയം കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എത്രത്തോളം നാടകങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്? അതിൻ്റെ തീമും കളിച്ച നാടകങ്ങളും തമ്മിൽ വലിയ ബന്ധമൊന്നും തോന്നിയില്ല. പിന്നെ ഇഷ്ടപ്പെട്ട നാടകം, കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് ഹയവദനയാണ് എന്ന് പറയാം. അത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ഇറ്റ്ഫോക്ക് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കുക എന്നുള്ളതിലപ്പുറം പഠിക്കാനാണ്. വിദേശ രാജ്യത്തു നിന്നുള്ള നാടകങ്ങളൊക്കെ വരുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസും നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാടകത്തിൽ എന്തെങ്കിലും അതിൽ എടുക്കാനുണ്ടോ എന്ന് നോക്കാനും കൂടിയിട്ടാണ് വരുന്നത്. ആസ്വദിക്കാൻ ഉള്ളതിലപ്പുറം പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നാടകം പ്രവർത്തകയാണോ? അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ നാടകം ചെയ്യാറുണ്ട്. ഇവിടെ രംഗചേതന തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നാടകം ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയം ഇതിൽ കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും നാടകം? ഞാൻ കണ്ടതിൽ അങ്ങനെ സ്ത്രീകളുടെ മാത്രമായിട്ട്
കണ്ടില്ല. ഒരു ഈജിപ്ഷ്യൻ നാടകത്തിൽ സ്ത്രീകളായിരുന്നു മെയിനായിട്ടെന്ന് മാത്രം. പക്ഷെ അത് എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലല്ല അത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. നമുക്കത് നല്ലതും മോശം എന്നുള്ളതല്ല, നമ്മുടെ ഒരു ആസ്വാദന രീതി ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തുള്ള നാടകങ്ങളായിരുന്നു പലതും. തൃശ്ശൂർ തന്നെയാണ്. എന്താ പേര്? ഓൾഗ. എന്താ ചെയ്യുന്നത്? പഠിക്കുന്നത്? ഇല്ല, തിയേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുന്ന ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ നാടകങ്ങൾ? വളരെ മിനിമലായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പോലത്തെ അത്ര വൈബ്രൻസ് ഇല്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏതൊക്കെ നാടകം കണ്ടത്? ഇപ്പോൾ ബോഡി ടീത്ത് കണ്ടു, ദ നൈറ്റ്സ് കണ്ടു, ഹൈവദന കണ്ടു, ആൻഡ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഭൂതങ്ങൾ കണ്ടു, ആറാമത്തെ വിരൽ കണ്ടു. ചെയ്യാൻ പറ്റുന്നതിലധികം അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക്. കുഴപ്പമില്ല, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇറ്റ്ഫോക്കിൻ്റെ മറ്റുള്ള പുറമേയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? തീർച്ചയായും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൈകാര്യമൊക്കെ ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു തലമുറയിലെ എല്ലാവരും ഈ നാടകത്തിനുള്ള നാടകത്തിന് താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ടോ ഇല്ലയോ, എന്താ തോന്നുന്നത്? കുറേ യൂത്തുകൾ വരുന്നുണ്ട് ഇതിനെ പിന്തുണച്ച്, സപ്പോർട്ട് ചെയ്ത് തന്നെ പോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ആർട്സ് വളരെ നല്ലൊരു കാര്യം തന്നെ പറയുന്നത്, വളരെ വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് പിടിച്ച് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എവിടുന്ന വരുന്നത്? വാടാനപ്പള്ളി. എൻ്റെ പേര് സലീം. എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്ക് 2025? നന്നായിട്ടുണ്ട്. കുറവ് നാടകങ്ങളുള്ളൂ, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള നാടകങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇറ്റ്ഫോക്കിന് വരാറുണ്ട്, എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഇത്തവണ ഇറ്റ്ഫോക്ക് ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് പിന്നെ വീണ്ടും നടത്തിയതാണല്ലോ, അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി തന്നെയാണ്. അത്ര റിസ്ക് എടുത്ത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് വളരെ സ്തുത്യർഹമാണ് കാര്യങ്ങൾ. അതൊക്കെ അത്ര അവരെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കഴിവ് തന്നെയാണ് അത് ഇത്ര കൊണ്ടുവരാൻ കാരണം. അത് നിർത്താതെ തന്നെ, അല്ലെങ്കിൽ ബ്രേക്കായി പോകേണ്ടതായിരുന്നു ഈ വർഷം അവർ പറഞ്ഞു. അത് ശരിയാണ്. പിന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. ഇൻ്റർനാഷണൽ ഒരു ഫെസ്റ്റിവലാണിത്. പക്ഷേ നമ്മളെ തൃശ്ശൂരായത് നമുക്കൊരു അഭിമാനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. ഞാൻ തൃശ്ശൂർക്കാരനായത് കൊണ്ട് പറയുന്നതല്ല, അല്ലാതെ തന്നെ അത് നിങ്ങൾക്ക് ഏറ്റവും അതിനുള്ള നിങ്ങൾ അപ്രിഷിയേഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ എൻ്റെ സ്വദേശം ഗുരുവായൂരാണ്. ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട ആലുവയിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ 15ാമത്തെ എഡിഷനാണ് ഇറ്റ്ഫോക്കിൻ്റെ. ഈ പ്രാവശ്യം കുറച്ച് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ഒരു മാസം നീങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. പ്ലേകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം നാടകവേദി ഒട്ടും വളർന്നിട്ടില്ല. 80കളിൽ മലയാള നാടകം എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിന്നത്. ഇൻ്റർനാഷണൽ നാടകങ്ങൾക്ക് പഴയ പലതരത്തിൽ അഡാപ്റ്റേഷൻ നടക്കുന്നുണ്ട്. അവർ തിയേറ്ററിലെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യാവോ അതൊക്കെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബോഡി, നടൻ്റെ ശരീരം ഒരു ടൂളായിട്ട് അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഇൻ്റർനാഷണൽ നാടകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത്തരമൊരു ശ്രമങ്ങളോ അത്തരം സാധനം മലയാള നാടകത്തിൽ നടക്കുന്നില്ല. കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നിറപ്പകിട്ടും വളരെ കുറവാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നല്ല, ഈ 15 വർഷത്തെ ഈ ഇറ്റ്ഫോക്കിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിറപ്പകിട്ട് കുറഞ്ഞ ഒരു മേളയായിട്ടാണെന്ന് തോന്നുന്നത്. പക്ഷേ ആസ്വാദകരുടെയും കുറവുണ്ട്. എന്നാൽ വരുന്ന ആസ്വാദകർക്ക് നല്ല നിലവാരമുള്ളവരും ഇതിനു വേണ്ടി മാത്രം വരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂ ജനറേഷൻ്റെ വളരെയധികം കുറവ് കൂടെ കാണുന്നുണ്ട്. കാരണം അത് ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതാണ് ഇപ്പോഴുള്ളത്. ഇതിനെ പഠിക്കാൻ പറ്റുന്നവരും പഠനത്തിന് വരുന്നവരും സ്കൂൾ ഡ്രാമയിലും മറ്റേ പരിചയമുള്ളവർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം 15ാമത് എഡീഷൻ്റെ 5th ഡേ ആണിന്ന്. 5th ഡേയിലെ കാലത്തെ പരിപാടികളൊക്കെ രാവിലെ 9:30 മണിക്കുള്ള ഷോയോടുകൂടി ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. 15th എഡീഷൻ്റെ 5th ഡേ എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയെ സംബന്ധിച്ച് ഇറ്റ്ഫോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ പകുതി ഭാഗങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഓരോ വർഷത്തെയും ഇറ്റ്ഫോക്ക് അതിൻ്റെ ആശയങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്റർ സംഘങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക. ചില സംഘങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ വരുന്നത് ആദ്യ തവണയായിരിക്കും. അപ്പോൾ ചില പ്രത്യേക ആശയങ്ങളിലൂന്നിയുള്ള നാടകങ്ങളാണ് ഇറ്റ്ഫോക്കിലേക്ക് വരുന്നത്. ഈ വർഷത്തെ ഇറ്റ്ഫോക്കിൻ്റെ ആശയം എന്ന് പറയുന്നത് കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നാടക സംഘങ്ങളെ, ഏറ്റവും മികച്ച തിയേറ്റർ പ്രാക്ടീഷണേഴ്സിനെ തൃശ്ശൂരിൽ കൊണ്ടുവരിക, തൃശ്ശൂരിലെ പ്രേക്ഷകർക്കും
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടക പ്രേക്ഷകരാണ് ഇവിടെ വരുന്നത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കിപ്പോൾ ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്ക് 2025 15ാമത്തെ എഡിഷനാണ് ഇറ്റ്ഫോക്കിൻ്റെ. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മികച്ച നാടകങ്ങൾ കൊണ്ടും പ്രേക്ഷകരുടെ വമ്പിച്ച പങ്കാളിത്തം കൊണ്ടും പൂർണ്ണ വിജയത്തിലേക്ക് കുതിക്കുകയാണ് ഇറ്റ്ഫോക്ക് 2025. ഒരു വലിയ പ്രത്യേകത, ആകെയുള്ള 15 നാടകങ്ങൾക്ക് 34 ഷോകളുണ്ട്. 8 ദിവസം തുടർച്ചയായി നമ്മുടെ റീജിയണൽ തിയേറ്ററിൻ്റെ മുമ്പിൽ, അക്കാഡമി തിയേറ്ററിൻ്റെ മുമ്പിൽ പൊതുപരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഷോകളുടെ എണ്ണത്തിലോ നാടകങ്ങളുടെ എണ്ണത്തിലോ ഒന്നും ഒരു കുറവുമില്ല. മികച്ച നാടകങ്ങളാണ്. ഇതുവരെ സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അത്യാവശ്യം അതല്ലാത്ത നാടകങ്ങളും വരും, പല റെപ്രസെൻറ്റേഷനുകളും ഉണ്ടാവും. പക്ഷേ ഇത്തവണ ഒന്നിനൊന്ന് മികച്ച നാടകങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. 15 നാടകങ്ങളിൽ 8 നാടകങ്ങളും സംവിധാനം ചെയ്യുന്നത് സ്ത്രീകളാണ്. നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രാമുഖ്യം, ക്രൂവിലും ഒരു വലിയ പങ്ക് സ്ത്രീകളാണുള്ളത്. ഇതിന് പുറമെ ഇവിടെയുള്ള ഫുഡ് കോർട്ട് നടത്തുന്നത്, ഇവിടെയുള്ള കഫേ അക്കാഡമി നടത്തുന്നത് എല്ലാം സ്ത്രീകളാണ്. Mars is our action force. In Gemini, it is active in association and communication. Saturn shows our limitations. In Cancer, it indicates obstacles in nurturing and caregiving. Pluto is our instinctive force. In Libra, it leads to harmony through profound transformations. Uranus is a planet of surprises. In Scorpio, it is the most ruthless. Neptune is a cosmic antenna that dissolves boundaries. In Sagittarius, it channels signals from the spiritual spheres. Venus represents our taste and sensuality. In Capricorn, it favors pure simplicity. Mercury symbolizes thought and communication. In Capricorn, it focuses on the essence. The sun is our consciousness. In Aquarius, it perceives and reveals the reverse side of things. The moon is the symbol of the soul. In Aquarius, it feels home in the abstract realms. ഐറ്റം എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ കൂടെയുള്ളത്, അർപ്പിത. നമുക്ക് നാടകത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഫസ്റ്റ്ലി, ഹൗ മെനി ഇയേഴ്സ് ആർ യു വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ്, in a theatre field? I was 12 years old. Since then I'm performing, and I think when I was in college, since then I've been directing, so it is 17, I think, yeah, 21 years I've been directing. And after graduating from National School of Drama in 2013, so it's been 12 years as a so-called professional, yeah. Okay, then which theme are you trying to say in this play? So item is basically looks at women and their role in the society, but at the same time these roles, how they affect us in terms of our mental health. So when I initiated this production, the main concern was Gujarat had the highest rate of women committing suicide, and it was not just restricted to the younger age group, it was like 60 years auntie also. So my area of concern was how the women above menopause age are struggling with their mental health. And while I was creating pieces around that,
I had a feedback from the audience that why your performances are so depressing. So that became an inspiration that I need to bring in something that makes them like entertain them. I talk about the mental health and how the society expect our role to be in a stereotypical way because of the popular cinema influences us to act in certain way, and against that our individuality is somewhere hidden or somewhere gets suppressed. So the gap between who we are and what we are expected to be, or sometimes we expect ourselves to be, becomes the very crucial gap that gets filled up with anxiety, depression, or other mental health problems. Then this is a multi-language play. So why are you put this in multi-language? So also the reason is कि now when we look at the language of performance making and not the like spoken language but the language of performing, the audience is varying from the young kids who are in college who speaks English. In Gujarat also it's very difficult to just stick to Gujarati because now we all are like, so I use Hindi, Gujarati and English so that I can reach to maximum audience. Now because I am here in Kerala, so I thought ki it should be also in Malayalam. Otherwise people may not connect with us. And basically when we are looking at the popular cinema, we are looking at Bollywood, which is very north identity wala cinema. So I wanted to have personal narratives from this place as well. So 2 boxes are also in Malayalam. ഈ ഒരു ഗുജറാത്തി നാടകം ഐറ്റം എന്ന് പറയുന്ന ഗുജറാത്ത് അസ്തിത്വ ആർട്ട് ഫൗണ്ടേഷൻ്റെ നാടകത്തിൽ 2 മലയാളികളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് നിധി. എവിടെയാണ് വീട്? എൻ്റെ വീട് തൃശ്ശൂർ മാള. കുറേ കാലമായോ നാടകമൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-22 വർഷമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരി തന്നെയാണ് നിധി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ ഗുജറാത്ത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കൂടെ നാടകം ചെയ്യുമ്പോൾ അവരുമായുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്. ഞാൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അപ്പോൾ ആളായിട്ട് ആദ്യമേ കൂട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളെല്ലാവരും നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആൾക്കാർ. ഞങ്ങൾ ഓൺലൈനിലാണ് റിഹേഴ്സൽ ചെയ്തത്. ആ സമയത്തൊക്കെ നമ്മളിവരെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ ഒരു മാസമായിട്ട് നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് കൊണ്ട്. അടുത്തൊരാൾ ആരതി. ആതിര വീട് എവിടെയാണ്? ഞാൻ കണ്ണൂർ തലശ്ശേരി. അപ്പോൾ എങ്ങനെയുണ്ട് ഇവരുടെ കൂടിയുള്ളൊരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓൺലൈനായിട്ടാണ് റിഹേഴ്സൽ ചെയ്തത്. കുറച്ചുകൂടി നേരത്തെ നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് നന്നായിരുന്നു. മിനിഞ്ഞാന്നാണ് ഇവരൊക്കെ എത്തിയത്. ഇത് തീർത്ഥ, പൂജ, വൈദേഹി, ജയനി. ഓക്കെ, ഈ ഒരു വിഷയം ബോളിവുഡ് സിനിമ എങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നതാണല്ലോ വിഷയം. അപ്പോൾ ഇത് മലയാളത്തിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ മലയാളി ആക്ടേഴ്സ് വരുന്നത് തന്നെ മലയാളം ഫിലിമുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളതിനെ ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് കുറേ സീനുകൾ മലയാളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഗുജറാത്തി പ്ലേ എന്നതിലുപരി ഒരു മൾട്ടി ലിംഗ്വൽ പ്ലേ ആണെന്ന് പറയും. ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഗുജറാത്തിയുണ്ട്, മലയാളമുണ്ട്. Engaging with their First Nations colleagues. Not only that, but the diversity of Australia had changed significantly too. So at one point, for instance, I think now the statistic is 1 in 4 people are born overseas and have migrated to Australia. So there's been a huge transformation of Australian culture. Although the dominant group are of Anglo-Irish, Scottish, Northern European heritage, the diversity of Australia's population is fantastic. But the voices were hidden and away. And an institution like NIDA has a responsibility, in my view, to open doors, not close them. And when I got there, I'm not saying NIDA was closed, it wasn't at all, but it didn't know quite how to open the doors, and perhaps some of the people were not ready for the conversations. So in a way, for me, the culture of resistance was really about, well, how do we change the narrative? How do we change the way in which the Institute is seen in order to open doors, increase access and diversity, and broaden the
the members of our cohorts, because actually they're the storytellers of the future. They're the ones who are going to live, they're going to live long past my day. My use-by dates, it's approaching. But they're going to be the ones who are going to tell the stories into the future. And I think they're the ones that I'm really interested in holding the door open and saying, yes, find your voice. So we started simply, we started just changing things like the material we were working on. As our audition process developed, and one of the things that I was insistent on was that the auditions went around the country. So we travel to all the principal capitals around Australia to audition students on their home, turf, as it were. From that, we then make a selection and we offer students the opportunity to come to NIDA. ഇറ്റ്ഫോക്ക് 2025 ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റു കൂടുതൽ വിശേഷങ്ങൾ നാളെ കാണാം.